അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് രാവിലെ തന്നെ ഡെക്കറേഷൻ പരിപാടികളും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ആരും തന്നെ ഇല്ല. ഞാനും ഏട്ടനും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടനും അമ്മവും മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ പേർക്കൊക്കെ പരിഭവമുണ്ട് വിളിക്കാത്തതിൽ കേട്ടോ. ഞങ്ങൾ ആരെയും വിളിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വാവ വന്ന ശേഷം എല്ലാവരും വിളിച്ച് നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഒരു മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ആഘോഷിച്ച് നടത്തണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാഴയില വെച്ചിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തന്നെ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഏട്ടനെ പൂജയ്ക്ക് പോകാൻ കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിലാണെങ്കിൽ കടലക്കറി ശരിയാക്കുന്ന തിരക്കിലായിരുന്നു. കറി എന്നോട് ശരിയാക്കാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചേച്ചി വരുമ്പോൾ കൊണ്ടുവരാമെന്നാട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ഏട്ടൻ വളകാപ്പം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞ കളറിലെ പെയിൻറ്റ് നോക്കിയപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഏട്ടനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഏട്ടന് പൂജയ്ക്ക് പോകാനായിട്ട്. പോയിട്ട് പിന്നെ ഒരു 11 മണിക്കാകുമ്പോഴേക്കും ഏട്ടന് വരാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഏട്ടൻ പോയതിന് ശേഷം കുളിക്കാൻ പോയിട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട് അടിക്കലും തൂക്കലും പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ നമ്മൾ പുറത്തുനിന്നായിരുന്നു. അങ്ങനെ വെള്ളയപ്പം കൂട്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും അവിടെ കഴിക്കുന്നുണ്ട്. അമ്മ ആണെങ്കിൽ നേരത്തെ കഴിച്ചിട്ട് അങ്ങ് മാറി കേട്ടോ. വീഡിയോ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ വലിയ താല്പര്യമില്ല കേട്ടോ അമ്മൂന്. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കയ്യിൽ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറണം. അങ്ങനെ അമ്മ കേട്ടോ എനിക്ക് മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നത്. മുന്നേ അമ്മ തന്നെയാണ് എനിക്ക് ഇട്ട് തരാറുള്ളത് കേട്ടോ മൈലാഞ്ചി. അപ്പോൾ മൈലാഞ്ചി ആണെങ്കിൽ ബിഗ് ബി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമല്ലോ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് മാച്ച് കളയുകയും ചെയ്യാം. അപ്പം അങ്ങനെ എൻ്റെ എപ്പോഴത്തെയും ഡിസൈനായിട്ട് ഈ ഒരു വട്ടം അങ്ങനെ ഈ ഒരു ഡിസൈനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചേച്ചി ബ്ലൗസൊക്കെ എനിക്ക് തുന്നി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ നിന്നു. ചേച്ചിയാണെങ്കിൽ പലഹാരവും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ഒന്നും തന്നെ എനിക്ക് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാൻ ഇതിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ അമ്മൂനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചതാട്ടോ. പക്ഷെ അത് ബാക്കിൽ നിന്ന് മാത്രമായിപ്പോയി വീഡിയോ, ഫ്രണ്ടിൽ നിന്ന് എടുത്തില്ല. അപ്പോൾ നേരത്തെ ആണെങ്കിൽ വീട്ടിൽ കയറണമായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ എനിക്ക് വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.